ഹെലികോപ്റ്റർ വന്ന് മരുന്നടി തുടങ്ങി. എൻഡോസൾഫാൻ മരുന്ന് അടിക്കുന്ന ഹെലികോപ്റ്ററിൽ കൂടെ 1998 ഒരു കൃഷി അധികാരിയുടെ ആങ്ങളെയും മരിച്ചു ഈ മരുന്നുകൊണ്ട്. ഈ മരുന്നടി അങ്ങ് തുടങ്ങിയപ്പോ അവിടെ ഇവിടെ കുട്ടികളും മൃഗങ്ങളും ഒക്കെ വിചിത്രമായി 2 തലയുള്ള പശുക്കുട്ടികൾ, 1.5 കാലുള്ള കുട്ടികള്, വലിയ മത്തങ്ങ തലയുള്ള കുട്ടികള്, ഇങ്ങനെ ഒരു കോലം രീതിയിലുള്ള കുട്ടികളൊക്കെ ജനിച്ചു തുടങ്ങി. അപ്പൊ അവരെ ഈ മുത്തപ്പന്റെ കോപമാണെന്നും പറഞ്ഞ് പൂജയൊക്കെ തുടങ്ങി. പക്ഷെ ഒരു ഡോക്ടർ മോഹൻ ഈ പാവങ്ങൾക്ക് ചികിത്സയൊക്കെ ചെയ്ത അയാൾ അവിടെ ഇവിടെ എല്ലാം എഴുതി. കുറെ ഡോക്ടർമാർ വന്ന് ഇവിടെ എല്ലാം പരീക്ഷണം. ഈ കർണാടകയില് മണിപ്പാലിൽ നിന്ന് ഒരു രവീന്ദ്രനാഥ് ഷാൻഭോഗ് എന്നും പറഞ്ഞ ഒരാൾ വന്ന് മണ്ണ്, വെള്ളം, ഇല, കായ, പൂവ്, രക്തം, മുലപ്പാലൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞിട്ടേ ഇത് മരുന്നല്ല, ഇത് ഭയങ്കര വിഷം, ഇതിന്റെ ആഘാതം 150 വർഷം വരെ ഉണ്ടാകും, ഇത് 5 തലമുറ വരെയെങ്കിലും തുടരും, അതുകൊണ്ട് നമുക്ക് ഇതിനെ നിർത്തണം. ഈ ഡോക്ടർ സുപ്രീം കോർട്ടിൽ പോയി ഈ മരുന്ന് അങ്ങോട്ട് ബാൻ ചെയ്തു. 2000 സുപ്രീം കോർട്ടിൽ നിന്ന് ഓർഡറായി. പക്ഷെ അതിന്റെ കൂടെ ഓരോ സർക്കാരിനും ചില നിയമങ്ങളുണ്ടായിരുന്നു. കുട്ടികൾക്ക് അവരുടെ ജീവിത ചെലവിന് 1700 രൂപ പെൻഷൻ, ഇങ്ങനെ കുറെ. ഈ ഡോക്ടർ കർണാടകയിലും ഇത് തന്നെയുണ്ട്. ഉടുപ്പി, സൗത്ത് കാനറ, നോർത്ത് കാനറ ഇതേ പ്രശ്നമുണ്ട്. അദ്ദേഹം കർണാടക ഹൈക്കോർട്ടിൽ വിട്ടുകൊടുത്ത് ഓരോ കുട്ടിക്കും 2000 രൂപ, ഓരോ ഇങ്ങനെയുള്ള ഇരകളായിട്ടുള്ളവർക്ക് 2000 രൂപ മാസം. ചികിത്സാ ചെലവ് മുഴുവനും ഫ്രീ, സർക്കാർ കൊടുക്കും. അമ്മയോ അച്ഛനോ ഇല്ലാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ സർക്കാർ ഏറ്റെടുത്ത് അവർക്ക് പറ്റുന്ന പോലെ തെറപ്പി, ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കുട്ടികള് ചിലപ്പോഴൊക്കെ സമരം ചെയ്ത് അമ്മമാരെ ഇലയിട്ട് ഇരിക്കും, ഭക്ഷണത്തിന് പോലും വകയില്ല. അപ്പോൾ ഒരു കുറച്ച് പൈസ കൊടുക്കും. ഇങ്ങനെ ഇത് പോകുന്നു. പക്ഷെ ഇന്നും ശരിക്ക് ചികിത്സയ്ക്ക് ഇവർക്ക് എപ്പോഴും പോകേണ്ടത് എവിടെയാ? കർണാടക സ്റ്റേറ്റ് മംഗലാപുരത്ത്. കേരളത്തില് നല്ല ഒരു മെഡിക്കൽ കോളേജ് ഇല്ലാത്ത ഒരേ ഒരു ജില്ല ഇവിടെ. ഇന്നും തർക്കത്തിൽ കിടക്കുന്ന രോഗികള് ഇഷ്ടം പോലെ ഉള്ളത് ഇവിടെ. ഒരു കളക്ടർ പറഞ്ഞതാ, ഇത് എൻഡോസൾഫാൻ അല്ല, ഇത് പോളിയോയാണ്. 35 കൊല്ലം എൻഡോസൾഫാൻ മേത്ത് വീണിട്ട് കിടന്ന് ചുരുങ്ങി ഉണങ്ങിയ പോലെ ആയ ഒരു കുട്ടിയൊക്കെ പോളിയോയാണ്. എൻഡോസൾഫാൻ വിഷമല്ല. 10 ദിവസം കലക്കി വെച്ചാൽ വെറും പച്ചവെള്ളമാണ്. മലയാള വാരികയിൽ ആർട്ടിക്കിൾ വന്നതാണ്. ഇതിന് മറുപടി ഞാൻ എഴുതിയിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ കേരളത്തിലെ കാസർഗോഡിൽ കിടക്കുന്നു. അതൊരു കുറച്ച് പേര് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വരുന്നതായിരിക്കും.